ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതയുള്ള ഡിഗ്രി കോഴ്സുകളുമായി DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം DPOL ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കോളേജ്, പരിചയസമ്പന്നരായ അധ്യാപകർ, ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളിൽ സൗജന്യ പഠനവും വിദേശ സർവകലാശാലകളിൽ തുടർ പഠനത്തിനുള്ള അവസരവും തൊഴിൽ ഉറപ്പുവരുത്തുന്ന ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ഫോർ അഡ്മിഷൻ ആൻഡ് ഡീറ്റെയിൽസ് call 8304033246. Visit www.disat.in. നിലമ്പൂർ KMG റോഡിലെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണം. നിലമ്പൂർ KMG റോഡിൽ വലിയ ഗതാഗതക്കുരുക്കാണുള്ളത്. ഈ സമയങ്ങളിൽ ഒട്ടുമിക്ക വാഹനങ്ങളും കടന്നുപോകുന്നത് മാനവേദൻ സ്കൂൾ റോഡിലൂടെയാണ്. ഇതുവഴിയുള്ള ബസ്സുകൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നത് നിരവധി വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന റോഡ് എന്ന രീതിയിൽ ഇത്തരത്തിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ വലിയ അപകടം ഉണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് എല്ലാവരും. ട്രാഫിക് റെഗുലേറ്ററി കമ്മീഷണർ അടിയന്തരമായി ഇടപെട്ട് ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് DYFI ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ വലിയ ഗതാഗതക്കുരുക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ ഒട്ടുമിക്ക വാഹനങ്ങളും ഉപയോഗിക്കുന്നത് ഈ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു റോഡ് എന്ന രീതിയിൽ ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ, ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ കടന്നുപോക്ക് വലിയ അപകട സാധ്യത എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ട്രാഫിക് റെഗുലേറ്ററി കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഈ ഗതാഗതക്കുരുക്കിന് ആവശ്യമായിട്ടുള്ള പരിഹാരം കാണുകയും ബസ്സുകളുടെ ഇതുവഴിയുള്ള കടന്നുപോക്ക് അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് DYFI ആവശ്യപ്പെടുകയാണ്. DYFI ബ്ലോക്ക് സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ അരുൺ ദാസ്, പ്രജിത് KM, റിയാസ് കാവാട്, ലെനിൻ സുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. ആറ്റ്ലസ് സന്ദർശിക്കുന്ന എല്ലാ സ്കൂൾ കുട്ടികൾക്കും 12 സ്കെച്ച് പെൻ, പെൻസിൽ, കട്ടർ, എറേസർ എന്നിവ സമ്മാനം. ആറ്റ്ലസ് ഒരുക്കുന്നു കുട്ടികൾക്കായി കിടിലൻ ഓഫറുകൾ. ക്ലാസ്സിൽ മാസാവാം. ആറ്റ്ലസിനൊപ്പം സ്കൂൾ ബാഗുകൾ വാറന്റിയോട് കൂടി മാത്രം. സ്കൂൾ ബാഗുകൾ വാങ്ങുമ്പോൾ 3 കാമലിൻ നോട്ട്ബുക്ക് സൗജന്യം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. 10 നോട്ട്ബുക്കുകൾ വാങ്ങുമ്പോൾ 12 നോട്ട്ബുക്ക് സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 22 നോട്ട്ബുക്കുകൾ. 5 കാമലിൻ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ 3 എണ്ണം സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 8 നോട്ട്ബുക്കുകൾ. സ്കൂബി ഡേ ബാഗുകൾക്ക് 15% ഓഫർ. കൂടാതെ ഒരു ക്യാച്ച് ബോൾ സൗജന്യമായി നേടാം. നഴ്സറി ബാഗുകൾ 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. ബ്രാൻഡഡ് പെൻസിൽ ബോക്സ്, പൗച്ച് 19 രൂപ മുതൽ. കുട്ടികളുടെ സിംഗിൾ ഫോൾഡ് കുടകൾ 99 രൂപയ്ക്ക്. 3 ഫോൾഡ് കുടകൾ 199 രൂപയ്ക്ക്. പോഞ്ചോ റെയിൻകോട്ടുകൾ 49 രൂപയ്ക്ക്. ബ്രാൻഡഡ് ക്വാളിറ്റി റെയിൻകോട്ടുകൾ 99 രൂപ മുതൽ. ഡോംസ് കളർ കാൻഡി പെൻസിൽ 10 എണ്ണം പകുതി വിലയ്ക്ക്. കാമലിൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് 30% വിലക്കുറവിൽ സ്വന്തമാക്കാം. കൂടാതെ ഗേൾസ് ആൻഡ് ബോയ്സ് ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസോടെ മാസത്തവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.